പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല, അരിയും കേരളത്തിലെ സജീവ തെരഞ്ഞെടുപ്പ് ചർച്ചയാവുകയാണ്. കേരളത്തിന് ആവശ്യമായ അരി നൽകാതെ വോട്ട് പിടിക്കാൻ ഭാരത് റൈസ് ഇറക്കിയാണ് BJP കളത്തിലിറങ്ങിയതെങ്കിൽ ഇന്ന് കേരള റൈസ് ഇറക്കി പ്രതിരോധിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ലാത്തതിൻ്റെ ക്ഷീണം തെരഞ്ഞെടുപ്പിൽ മറികടക്കുക കൂടിയാണ് റൈസ് വിതരണത്തിലുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന് തങ്ങൾ തോന്നിയത് ചെയ്യും എന്ന ഒരു മനോഭാവമുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായി ഈ ഫെഡറൽ രീതികളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. കെ ഫോണും കെ റൈസും കെ റെയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ്. കിട്ടാത്ത റൈസ് പറയട്ടെ. കെ ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ, കെ റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റൈസ്, കെ റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയില്. ചുമ്മാ അടിച്ചിറക്കുന്നല്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷിജോ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഈ കിട്ടാത്ത റൈസാണ് എന്ന് പറഞ്ഞ് BJP പരിഹരിക്കുന്നുണ്ട്. ഭാരത് റൈസ് നേരത്തെ തൃശ്ശൂരിൽ മാത്രം ഇറങ്ങിയിരുന്നു. ഈ രണ്ടരിയും എവിടെ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അജിംസ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഭാരത് അരിയും കെ റൈസും സജീവ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തതാണ്. ഭാരത് അരിയുമായിട്ട് കേന്ദ്ര സർക്കാർ വന്നപ്പോൾ തന്നെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് അരി വിതരണം നടത്തുന്നത് എന്നുള്ള ആക്ഷേപം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതാണ്. അതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വിപണിയിൽ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് കാണിക്കുക കൂടിയാണ് ഇപ്പോൾ ഈ ഭാരത് അരിക്ക് ബദലായിട്ട് സംസ്ഥാന സർക്കാർ കെ റൈസുമായി ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഭാരത് അരിക്ക് ബദലല്ല കെ റൈസ് എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുമ്പോഴും പക്ഷേ ഭാരത് അരിക്ക് ബദൽ തന്നെയാണ് കെ റൈസ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ ഓണക്കാലം മുതൽ ഏതാണ്ട് ഈ ഒരു ദിവസം വരെയും സപ്ലൈകോയിലുള്ള പ്രതിസന്ധി ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സപ്ലൈകോയിലെ പ്രതിസന്ധി ഇതേ രീതിയിൽ തുടർന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആളുകൾ അത് വീണ്ടും ചർച്ചയാക്കുകയും പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമായിട്ട് അത് നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തത് പ്രത്യേകിച്ച് സർക്കാരിന് തിരിച്ചടിയാകും. അപ്പോൾ ആ തിരിച്ചടിയെ മറികടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കെ റൈസ് വിപണിയിൽ ഇറക്കാൻ, സപ്ലൈകോയുടെ വിപണിയിലേക്ക് എത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് കഴിഞ്ഞത്. നാളെ മുതൽ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഈ കെ റൈസ് വാങ്ങാം എന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുന്നത്. അതായത് ഈ നിലവിൽ സപ്ലൈകോ വഴി 10 കിലോ അരി ഉപഭോക്താക്കൾക്ക് പ്രതിമാസം വാങ്ങാൻ കഴിയുമായിരുന്നു. അതിൽ 5 കിലോ അരിയാണ് ഈ കെ റൈസ് ആയിട്ട്, ശബരി കെ റൈസ് ആയിട്ട് ഈ സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. അതായത് 3 ഗണത്തിൽപ്പെടുന്ന അരികളാണ്. അതായത് ജയ അരി, മട്ടയരി, കുറുവയരി. ഇതിൽ 3 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഈ കെ റൈസിന്റെ വിതരണവും. അതായത് തിരുവനന്തപുരം, കൊല്ലം മേഖലകളിൽ ജയ അരി 29 രൂപ നിരക്കിൽ നൽകും. കോട്ടയം, എറണാകുളം മേഖലകളിൽ മട്ടയരിയാണ് 30 രൂപ നിരക്കിൽ നൽകുക. പാലക്കാട്, കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയും 30 രൂപ നിരക്കിൽ നൽകും. പൊതുവിപണിയിൽ ഏതാണ്ട് 47 രൂപയിലധികം വില വരുന്ന അരിയാണ് ഈ 29 രൂപ 30 രൂപ നിരക്കിൽ സപ്ലൈകോയിലൂടെ കെ റൈസ് ആയിട്ട് നൽകുന്നത്. മറുഭാഗത്ത് റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന അരിയാണ് ഭാരത് അരിയായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തൃശ്ശൂരിലും പാലക്കാടിലും, ഇപ്പോൾ നമുക്കറിയാം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ് ഈ പറയുന്ന തൃശ്ശൂരും പാലക്കാടും എല്ലാം. അവിടെയാണ് ആദ്യം തൃശ്ശൂരിലാണ് ഭാരത് അരി കൊണ്ടുവന്നത്. ആ ഭാരത് അരി റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ നൽകുന്ന അരിയാണ് 29 രൂപ നിരക്കിൽ നൽകുന്നത് എന്നുള്ള ആക്ഷേപം സംസ്ഥാന സർക്കാർ. അരിയാണ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം എന്നിരിക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാലക്കാട് BJP സ്ഥാനാർത്ഥി K കൃഷ്ണകുമാറാണ് ഭാരത് റൈസ് വിതരണം ചെയ്യുന്നത് കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അരി നൽകി വോട്ട് നേടുക എന്നുള്ളത് ഒരു പ്രചാരണ തന്ത്രമായി മാറുകയാണ്.